2025 ജനുവരി മുഴുവൻ ആകാശത്ത് 7 ഗ്രഹങ്ങൾ ഒരു പരേഡിനെന്ന പോലെ ഏകദേശ നേർരേഖയിൽ അണിനിരക്കും. ഇത് കാണാൻ എന്തൊക്കെ ചെയ്യണം? ഓരോ ഗ്രഹത്തെയും എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് നോക്കാം. എന്താണ് ഗ്രഹപ്പരേഡ്? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരേ വശത്തെത്തുന്ന കാലങ്ങളിൽ അവയെ ആകാശത്ത് ഒരുമിച്ച് കാണുന്നതിനാണ് ഗ്രഹപ്പരേഡ്, പ്ലാനറ്ററി പരേഡ് എന്ന് പറയുന്നത്. 3-4 ഗ്രഹങ്ങൾ ചേർന്നുള്ള പരേഡുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും ഭൂമി ഒഴികെയുള്ള 7 ഗ്രഹങ്ങളും ഒന്നിച്ചണിനിരക്കുന്ന പരേഡ് അപൂർവമാണ്. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ജനുവരിയിൽ മാനത്ത് പരേഡിനെത്തുന്നത്. ഇവയിൽ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെ കാണാൻ ടെലിസ്കോപ്പ് വേണം. ശുക്രൻ, വ്യാഴം, ചൊവ്വ, ശനി എന്നിവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായി കാണാം. ഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ജനുവരി 1 മുതൽ ദൃശ്യമാകുന്ന ചന്ദ്രക്കലകളെ ഉപയോഗപ്പെടുത്തി പരേഡിൽ അണിനിരക്കുന്ന ഓരോ ഗ്രഹത്തെയും സ്വയം നിരീക്ഷിച്ച് തിരിച്ചറിയാനാകും. ഡിസംബർ 31 അമാവാസിയായിരുന്നല്ലോ. അതിനാൽ ജനുവരി 2 മുതൽ പടിഞ്ഞാറൻ മാനത്ത് ചന്ദ്രക്കല കണ്ടു തുടങ്ങും. ഓരോ ദിവസം ഉയർന്നുയർന്നു വരുന്ന ചന്ദ്രൻ വിവിധ ദിനങ്ങളിൽ വിവിധ ഗ്രഹങ്ങളുടെ സമീപത്താകും കാണപ്പെടുക. അതുവച്ച് ഓരോ ഗ്രഹത്തെയും തിരിച്ചറിയാം. ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ മിന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കാം. മാത്രമല്ല, നക്ഷത്രങ്ങളെക്കാൾ കൂടിയ ശോഭയിലാണ് പൊതുവെ അവയെ കാണുന്നത്. ജനുവരി 3 ചന്ദ്രൻ ശുക്രനരികിൽ. ജനുവരി 3 സന്ധ്യയ്ക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ചന്ദ്രന്റെ തൊട്ടരികിൽ അതീവ ശോഭയിൽ ശുക്രനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ഈ സമയത്ത് ചന്ദ്രനും ശുക്രനും ഇടയിൽ 7 പൂർണ്ണചന്ദ്രന്മാരെ വയ്ക്കാനുള്ള വിടവാണ് നിരീക്ഷകർക്ക് അനുഭവപ്പെടുക. ജനുവരി അവസാനത്തിലും ഫെബ്രുവരിയിലും ടെലസ്കോപ്പിലൂടെയുള്ള ശുക്രക്കാഴ്ച കൂടുതൽ മനോഹരമാകും. ജനുവരി 3-നും 4-നും ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗത്ത് ഭൂമിയുടെ നിലാവ് പതിച്ചുണ്ടാകുന്ന ഭൂശോഭ കൂടി കാണാനാകും. ജനുവരി 4 ചന്ദ്രൻ ശനിക്കരികിൽ. നിത്യവും ഏകദേശം 12 ഡിഗ്രി വീതം കിഴക്കോട്ട് നീങ്ങുന്ന ചന്ദ്രൻ ജനുവരി 4-ന് ശനിക്കരികിലെത്തും. അന്ന് മാനം ഇരുട്ടായി കഴിഞ്ഞാൽ കിഴക്ക് മാറി അധികം തിളക്കമില്ലാതെ ശനിയെ കാണാം. ഈ സമയത്ത് ചന്ദ്രനും ശുക്രനുമിടയിൽ 7.5 പൂർണ്ണചന്ദ്രന്മാരെ വയ്ക്കാനുള്ള വിടവാണ് അനുഭവപ്പെടുക. ടെലിസ്കോപ്പിലൂടെ ശനിയുടെ വളയം കാണാൻ പറ്റിയ സമയമാണ് ജനുവരി. ജനുവരി 11 ചന്ദ്രൻ വ്യാഴത്തിനരികിൽ. 11-ന് വ്യാഴത്തെ അത്യധികം ശോഭയിൽ ചന്ദ്രന്റെ തെക്കു പടിഞ്ഞാറായി നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായി കാണാം. ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ വ്യാഴത്തിന്റെ പ്രധാന ഉപഗ്രഹങ്ങളായ അയോ, യൂറോപ്പ, ഗാനിമെഡ്, കാലിസ്റ്റോ എന്നിവയും ഈ മാസം കാണാം. ജനുവരി 13 ചന്ദ്രൻ ചൊവ്വയ്ക്കരികിൽ. 13-ന് പൗർണമിയാണ്. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം ചന്ദ്രൻ കിഴക്കുദിക്കും. 8 മണിയാകുന്നതോടെ ചന്ദ്രൻ താഴെയായി ചൊവ്വയെ ചുവന്ന നിറത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ജനുവരി 19 ശുക്ര ശനി സംഗമം. കുറച്ചു കാലമായി പടിഞ്ഞാറൻ മാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇപ്പോൾ അനുദിനം നക്ഷത്രങ്ങൾക്കിടയിലൂടെ അല്പാൽപ്പം കിഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശനി വളരെ നേരിയ തോതിൽ പടിഞ്ഞാറേക്കും. പശ്ചാത്തല നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നിരീക്ഷിച്ചാൽ ഈ കാര്യം ബോധ്യമാകും. ഇതിന്റെ ഫലമായി 19-ന് ശുക്രനും ശനിയും തെക്ക് വടക്ക് ദിശയിൽ വരയ്ക്കാവുന്ന ഒരു നേർരേഖയിൽ അടുത്തെത്തും. ജനുവരി 5-ന് ചന്ദ്രന് തൊട്ടരികിൽ കിഴക്ക് ഭാഗത്ത് നെപ്റ്റ്യൂണിനെ കാണാം. എന്നാൽ ടെലസ്കോപ്പ് ആവശ്യമാണ്. 9-ന് ചന്ദ്രൻ യുറാനസിനരികിലെത്തും. നിരീക്ഷണ സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ നല്ലൊരു ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയാൽ അന്ന് സന്ധ്യയ്ക്ക് ചന്ദ്രനരികിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി കാണാം.